ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. രോഗത്തെക്കുറിച്ചുള്ള മിഥ്യാധാരണകളാണ് പലപ്പോഴും അർബുദ രോഗികളെ അപകടങ്ങളിലേക്ക് നയിക്കുന്നത്. എന്നാൽ ഈ വർഷത്തെ ലോക അർബുദ ദിനത്തിൽ ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് ഈ രോഗത്തെക്കുറിച്ചുള്ള മിഥ്യാധാരണകൾ ജനങ്ങളിൽ നിന്നും അകറ്റുക എന്നതാണ്. ഈ സന്ദേശത്തെ അന്വർത്ഥമാക്കി വിവിധ സംഘടനകൾ രംഗത്തെത്തിയിരിക്കുകയാണ്. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ പിണറായി വിജയനും എളമരം കരീമിനും പങ്കുണ്ടെന്ന് പറയുവാൻ അന്വേഷണ സംഘത്തലവൻ അനൂപ് കിരുള ജോൺ സമ്മർദ്ദം ചെലുത്തിയെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി. മോഹനൻ മാസ്റ്റർ. ലോക അർബുദ ദിനം ബോധവൽക്കരണ പരിപാടികളുമായി വിവിധ സംഘടനകൾ. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാർക്ക് നടപ്പിലാക്കിയ നേട്ടങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേരള NGO അസോസിയേഷന്റെ വിശദീകരണ യോഗം. വിശദമായ വാർത്തകളിലേക്ക്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ പിണറായി വിജയനും എളമരം കരീമിനും പങ്കുണ്ടെന്ന് പറയുവാൻ അന്വേഷണ സംഘത്തലവൻ അനൂപ് കിരുള ജോൺ സമ്മർദ്ദം ചെലുത്തിയെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി. മോഹനൻ. ഇരുവർക്കും പങ്കുണ്ടെന്ന് സമ്മതിച്ചാൽ തന്റെ പേരിൽ ചുമത്തിയ കുറ്റം ലഘൂകരിക്കുമെന്ന് വാഗ്ദാനവും തന്നു. CPM ഓഫീസിൽ വെച്ച് എളമരം കരീമും പിണറായി വിജയനും ടി.പി. ചന്ദ്രശേഖരനെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടു എന്ന് പറയുവാനാണ് അനൂപ് കിരുള ജോൺ സമ്മർദ്ദം ചെലുത്തിയതെന്നും പി. മോഹനൻ കോഴിക്കോട് പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടറി ടി.പി. രാമകൃഷ്ണനും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. എന്നോട് പറഞ്ഞു, ഇത് ഷെയർ ചെയ്യുന്നതാണ് നല്ലത്, ഗൂഢാലോചന എടുക്കാൻ മുകളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ഷെയർ ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ നിങ്ങൾക്ക് ഉള്ള കുറ്റങ്ങൾ ലളിതവൽക്കരിക്കപ്പെടും, ലഘൂകരിക്കപ്പെടും, നിങ്ങളുടെ വകുപ്പുകൾ. അങ്ങനെ നിങ്ങൾക്ക് രക്ഷപ്പെടാം. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാർക്ക് നടപ്പിലാക്കിയ നേട്ടങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേരള NGO അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. കളക്ടറേറ്റിന് മുൻപിൽ നടന്ന യോഗം NGO അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KV മുരളി ഉദ്ഘാടനം ചെയ്തു. കേരള NGO അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് UDF സർക്കാർ ജീവനക്കാർക്ക് നടപ്പിലാക്കിയ നേട്ടങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള വിശദീകരണ യോഗം കളക്ടറേറ്റിന് മുന്നിൽ സംഘടിപ്പിച്ചു. 2016 ജനുവരി മുതൽ നടപ്പാക്കേണ്ട ശമ്പള പരിഷ്കരണത്തിനായി 10ാം ശമ്പള കമ്മീഷനെ നിയമിച്ചതും ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് ക്ലറിക്കൽ തസ്തികകളിലേക്ക് ഉദ്യോഗക്കയറ്റം പ്രഖ്യാപിച്ചതും ജീവനക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും ആനുകൂല്യങ്ങൾ അനുവദിച്ച UDF സർക്കാരിന്റെ പ്രഖ്യാപനങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ സമരങ്ങൾ പരാജയപ്പെട്ടതും യോഗത്തിൽ പ്രധാന ചർച്ചകളായി. NGO അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KV മുരളി യോഗം ഉദ്ഘാടനം ചെയ്തു. NGO ജില്ലാ പ്രസിഡന്റ് MA ഖാദർ, ജില്ലാ സെക്രട്ടറി NP ബാലകൃഷ്ണൻ, KC രാജീവൻ, C പ്രേമവല്ലി, NC സുനിൽകുമാർ, K അനിൽകുമാർ, K പ്രകാശൻ, K വിനോദ് കുമാർ എന്നിവർ സംബന്ധിച്ചു. ലോക ക്യാൻസർ ദിനത്തിൽ മിംസ് ഓങ്കോളജി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ക്യാൻസർ ബോധവൽക്കരണ സെമിനാറും സൗജന്യ പരിശോധന ക്യാമ്പും സംഘടിപ്പിച്ചു. മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് MD ഡോക്ടർ അബ്ദുള്ള ചെറേക്കാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മിംസ് ഓങ്കോളജി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ലോക ക്യാൻസർ ദിനത്തിൽ ക്യാൻസർ ബോധവൽക്കരണ സെമിനാറും സൗജന്യ പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു. ലോക ആരോഗ്യ സംഘടന കഴിഞ്ഞ 13 വർഷമായി ഫെബ്രുവരി 4-ന് ലോക അർബുദ ദിനമായി ആചരിക്കുകയും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ഈ വർഷത്തെ ലോക അർബുദ ദിനത്തിൽ അർബുദ രോഗത്തെക്കുറിച്ചുള്ള മിഥ്യാധാരണകൾ തിരുത്താനുള്ള ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നതാണ് ലോക ആരോഗ്യ സംഘടനയുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. അർബുദം മിഥ്യയും യാഥാർത്ഥ്യങ്ങളും, സ്ത്രീകളിലെ ക്യാൻസർ നേരത്തെ എങ്ങനെ കണ്ടെത്താം, പ്രതിരോധിക്കാം, തലയിലെയും കഴുത്തിലെയും ക്യാൻസർ, കുട്ടികളിലെ അർബുദം, മിഥ്യാധാരണകൾ എന്നീ വിഷയങ്ങളിലാണ് സെമിനാർ നടന്നത്. ഡോക്ടർ നാരായണൻ കുട്ടി വാര്യർ, ഡോക്ടർ സൗരഭ് രാധാകൃഷ്ണൻ, ഡോക്ടർ ദിലീപ് ദാമോദരൻ, ഡോക്ടർ VP സലീം, ഡോക്ടർ സതീഷ് പത്മനാഭൻ, ഡോക്ടർ MV ഷാനു, ഡോക്ടർ സുജിത് കുമാർ, ഡോക്ടർ ബിന്ദു K സതി, ഡോക്ടർ വിനീത റിജു എന്നിവർ വിഷയങ്ങളിൽ സംസാരിച്ചു.
മിംസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് MD ഡോക്ടർ അബ്ദുള്ള ചെറേക്കാട് നിർവഹിച്ചു. ഒരു കാലത്ത് കേരളീയ ഭവനങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന കൈതോലപ്പായകൾ വിസ്മൃതിയിലേക്ക്. അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവിനൊപ്പം നെയ്ത്തു പഠിക്കുവാൻ പുതുതലമുറ തയ്യാറാകാത്തതുമാണ് പാരമ്പര്യ കുലത്തൊഴിലായ പായ നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ബേപ്പൂർ, തോണിച്ചിറ, ഫറൂഖ്, കടലുണ്ടി, കോട്ടക്കടവ്, ചെറുവണ്ണൂർ, അഴിഞ്ഞിലം പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുണ്ടായ തൊഴിലാളികളിൽ മിക്കവരും രംഗം വിട്ടു. പഴയ തലമുറയിലെ അവസാന കണ്ണികളായ ചിലർ മാത്രമാണ് തൊഴിലുമായി തുടരുന്നത്. ഇവർക്കാകട്ടെ ആവശ്യത്തിന് കൈതോല കിട്ടുന്നുമില്ല. തോടരികിലും വയൽക്കരയിലും തഴച്ചു വളരുന്ന കൈതച്ചെടികളുടെ ഓലകളാണ് പായ നിർമ്മാണത്തിന്റെ പ്രധാന അസംസ്കൃത വസ്തു. വയലുകളും വെള്ളക്കെട്ടുകളും നികത്തുന്നതിന് കൈതച്ചെടികൾ വെട്ടിനശിപ്പിച്ചതോടെ ഓലകൾക്ക് ക്ഷാമമായി. ദൂരസ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന കൈതോലകൾ കൊണ്ട് പായ നിർമ്മിച്ചാൽ അധ്വാനഫലം കിട്ടാത്ത അവസ്ഥയാണിന്ന്. പണ്ടുകാലങ്ങളിൽ വീടുകളിൽ ജനനം മുതൽ മരണം വരെയുള്ള ചടങ്ങുകൾക്ക് ഒഴിച്ചുകൂടാനാകാത്ത വസ്തുവായിരുന്നു കൈതോലപ്പായ. കുഞ്ഞുങ്ങളെ കിടത്താനും സദ്യയുണ്ണാനിരിക്കാനും ഉറങ്ങാനുമെല്ലാം കൈതോലപ്പായ നിർബന്ധമായിരുന്നു. ഉത്സവപ്പറമ്പുകളിലും ആഴ്ചച്ചന്തകളിലും കൈതോലപ്പായ വിൽപ്പനക്കാർ എത്തുന്നതും അക്കാലത്ത് പതിവാണ്. ഇന്ന് കൈതോലപ്പായയുടെ സ്ഥാനം പ്ലാസ്റ്റിക് ഷീറ്റുകളും മുന്തിയ ഇനം മെത്തകളും സോഫ സെറ്റുകളുമെല്ലാം ഏറ്റെടുത്തു. കാലം മാറിയതോടെ സാധാരണക്കാരും കൈതോലപ്പായ കൈവെടിഞ്ഞു. അധ്വാനത്തിനൊത്തു വരുമാനം ലഭിക്കാതായപ്പോൾ പായ നെയ്ത്തു കുടുംബം പുലർത്തിയവർ മറ്റു തൊഴിൽ തേടിപ്പോയി. ഏറെ ശ്രദ്ധയും ക്ഷമയും ഉണ്ടെങ്കിൽ മാത്രമേ കണ്ണികൾ പൊട്ടാതെ പായ നെയ്തെടുക്കാനാകൂവെന്ന് കുട്ടിക്കാലം മുതൽ പായ നിർമ്മാണ രംഗത്തുള്ള ബേപ്പൂർ, തോണിച്ചിറ, ചെറുകുറ്റിയിൽ കാർത്തിയായനിയും പാറച്ചോട്ടിൽ ചിന്നമ്മയും പറഞ്ഞു. കൂലിയും വരുമാനവും നോക്കാതെ പഠിച്ച തൊഴിൽ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണിവർ. മുറിച്ചെടുത്ത കൈതോലകൾ ഉണക്കിയെടുക്കലാണ് പായ നിർമ്മാണത്തിലെ ആദ്യഘട്ടം. ഒപ്പം ഇലയിലെ നടുമുള്ളി ചെത്തിയെടുക്കും. ഇങ്ങനെ ഒരാഴ്ചക്കാലം ഓല ഉണക്കിയാണ് ചുറ്റുമുള്ള മുള്ളു മുറിച്ചെടുക്കുക. ബലം കൂട്ടാനും പൊട്ടാതിരിക്കാനുമായി ഇലകൾ മഞ്ഞുകൊള്ളിച്ച് നാരുപോലെ ചുറ്റിയെടുത്താണ് നെയ്ത്തു തുടങ്ങുക. നല്ലൊരു പായ നെയ്തെടുക്കാൻ സാധാരണ 3 ദിവസം വരെ തുടർച്ചയായി പണിയെടുക്കണം. ഇതിനുള്ള വില കിട്ടിയില്ലെന്നതാണ് തൊഴിലാളികളുടെ മനം അടുപ്പിക്കുന്നത്. പായയുടെ മേന്മയ്ക്കനുസരിച്ചാണ് വില ലഭിക്കുക. ചെറിയ കണ്ണിയോടെയുള്ള പായയ്ക്ക് 400 രൂപ മുതലാണ് വില. സംഘടിതമായ ശക്തിയില്ലാത്തതിനാലാണ് ക്ഷേത്രം ജീവനക്കാരെ സർക്കാർ അവഗണിക്കുന്നതെന്ന് കേരള സ്റ്റേറ്റ് ടെമ്പിൾ ജനറൽ വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സുനിൽ നമ്പൂതിരി KL. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് ടെമ്പിൾ ജനറൽ വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ സിവിൽ സ്റ്റേഷൻ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലബാർ ദേവസ്വം ബോർഡിലെ ശമ്പള കുടിശ്ശിക ലഭിക്കാനുള്ള മുഴുവൻ ജീവനക്കാർക്കും ശമ്പള കുടിശ്ശിക സമയബന്ധിതമായി നിശ്ചയിച്ച് കൊടുത്തു തീർക്കുക. വഴിപാട് വിഹിതം ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ജീവനക്കാർക്കും വിഹിതം കൊടുക്കാൻ അതാത് ക്ഷേത്രം ഭാരവാഹികൾ, എക്സിക്യൂട്ടീവ് ഓഫീസർമാർ എന്നിവർക്ക് കർശന നിർദ്ദേശം നൽകുക. ശമ്പള വിതരണത്തിന്റെ കരട് രൂപം തയ്യാറാക്കി സംഘടനകളുമായി ചർച്ച ചെയ്ത് അംഗീകരിക്കുക. ദേവസ്വം മാനേജ്മെന്റ് ഫണ്ടിന്റെ പരിധി ഉയർത്തുക. ശമ്പളത്തിനായുള്ള ഗ്രാന്റ് തുകയുടെ പരിധി 100% ഉയർത്തുക. ക്ഷേത്ര ജീവനക്കാരുടെ ആനുകൂല്യങ്ങളായ ലീവ്, ഫണ്ട് ലീവ്, അർഹതപ്പെട്ട ജീവനക്കാർക്ക് പ്രൊമോഷൻ, മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ എല്ലാ ജീവനക്കാർക്കും അനുവദിക്കാൻ ഭരണാധികാരികൾക്ക് കർശന ഉത്തരവ് നൽകുക. എല്ലാ ക്ഷേത്രങ്ങളുടെയും വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റിംഗിന് വിധേയമാക്കി പരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് ടെമ്പിൾ ജനറൽ വർക്കേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. എരഞ്ഞിപ്പാലത്തു നിന്നും ആരംഭിച്ച മാർച്ചിനെ ജില്ലാ പ്രസിഡന്റ് വിഷ്ണു നമ്പൂതിരി C, സെക്രട്ടറി P ശ്രീജേഷ് എന്നിവർ നേതൃത്വം നൽകി. കളക്ടറേറ്റിന് മുൻപിൽ നടന്ന ധർണ കേരള സ്റ്റേറ്റ് ടെമ്പിൾ ജനറൽ വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സുനിൽ നമ്പൂതിരി KL ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ബോർഡിലുള്ള പല ജീവനക്കാരും ഇപ്പോൾ തന്നെ ശമ്പളം കൃത്യമായി കിട്ടാത്ത അവസ്ഥയാണ്. ജീവനക്കാർക്ക് പകുതി ശമ്പളം മാത്രമേ കിട്ടുന്നുള്ളൂ. ഇതെല്ലാം കൂടാതെ മലബാർ ദേവസ്വം ബോർഡ് മാത്രം പോരാ, എല്ലാ ക്ഷേത്രങ്ങളും ഏകീകരിച്ചുകൊണ്ട് ഒരു CV ജനാർദ്ദന വാര്യർ, സദാനന്ദൻ കൊയിലാണ്ടി, സുധീഷ് നമ്പൂതിരി എന്നിവർ സംസാരിച്ചു. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. The handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം, കോഴിക്കോട്. ജനലക്ഷങ്ങൾ ഏറ്റുവാങ്ങിയ കളഭച്ചാർത്ത് സ്ത്രീകൾക്കായി ഒരുക്കുന്നു ഒരു സുവർണാവസരം. കളഭച്ചാർത്തിൽ പങ്കാളികളായിക്കൊണ്ട് പ്രതിമാസം 12,000 രൂപ വരെ വരുമാനം. വിശദ വിവരങ്ങൾക്ക് വിളിക്കുക 04912576 ഓരോ വീട്ടിലും ഇനി കളഭച്ചാർത്തിന്റെ പവിത്രത നിറയട്ടെ. ചേച്ചി റെഡി? എങ്ങനെ, നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂലറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ? ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂൾ അല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ.
ചേച്ചി. ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. Mind Diamonds from Malabar Golden Diamonds. വാർത്തകൾ തുടരുന്നു. ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് MSSന്റെ നേതൃത്വത്തിൽ ക്യാൻസർ രോഗികൾക്കായി സ്വാന്തന പരിചരണം സംഘടിപ്പിച്ചു. സുകൃതം 2014 എന്ന പേരിൽ MSS ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സുകൃതം ചെയർമാൻ KV മൊയ്തു ഹാജി ഉദ്ഘാടനം ചെയ്തു. നിർധനരായ ക്യാൻസർ രോഗികളെ കണ്ടെത്തി പ്രതിമാസം 400 രൂപ വീതം ജീവിതാവസാനം വരെയോ രോഗമുക്തമാകുന്നതുവരെയോ മണി ഓർഡറായി നൽകുന്ന പദ്ധതിയാണ് MSS ക്യാൻസർ പേഷ്യൻസ് റിലീഫ് ഫണ്ട്. 1996 മുതൽ മാസത്തിൽ ശരാശരി 135 പേർക്ക് മണി ഓർഡറായി സംസ്ഥാനത്തുടനീളം നൽകി വരുന്നുണ്ട്. ഏകദേശം ഈ കാലയളവിൽ 85 ലക്ഷം രൂപയോളം സഹായം നൽകിയിട്ടുണ്ട്. ഇക്ര ഹോസ്പിറ്റലുമായി സഹകരിച്ച് സൗജന്യ നിരക്കിൽ ഡയാലിസിസും നൽകി വരുന്നു. ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് MSSന്റെ നേതൃത്വത്തിൽ 120ഓളം ക്യാൻസർ രോഗികൾക്ക് സാന്ത്വന പരിചരണം നടത്തി. സുകൃതം 2014 എന്ന പേരിൽ MSS ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സുകൃതം ചെയർമാൻ VK മൊയ്തു ഹാജി മുഖ്യപ്രഭാഷണം നടത്തി. എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. 77 ഏതാണ്ട് 37 വർഷം ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ഞാൻ ഇന്നും നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുകയാണ്. നിങ്ങളാക്കി ഓർക്കണം. കുറെ കാര്യങ്ങൾ പറയാം. P. സിക്കന്ദർ, റിനു ഫാത്തിമ, ഡോക്ടർ മെഹറൂഫ് രാജ് എന്നിവർ സംബന്ധിച്ചു. ഹെർമൻ ഗുണ്ടർട്ടിന്റെ 200ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് മലബാർ ക്രിസ്ത്യൻ കോളേജ് ജേർണലിസം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഗുണ്ടർട്ട് അനുസ്മരണം സംഘടിപ്പിച്ചു. അനുസ്മരണത്തിന്റെ ഭാഗമായുള്ള ചിത്രപ്രദർശനം നിരവധി ആളുകളെ ആകർഷിച്ചു. മലബാർ ക്രിസ്ത്യൻ കോളേജ് ജേർണലിസം ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടിനെ അനുസ്മരിച്ചത്. കേരളത്തിനും മലയാള ഭാഷയ്ക്കും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് 1836 ഇന്ത്യയിലെത്തിയത്. മതപഠനത്തിന്റെ ഭാഗമായാണ് അദ്ദേഹം ഇന്ത്യയിലെത്തിയത്. ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചിത്രപ്രദർശനം ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി മുഹൂർത്തങ്ങൾ ആസ്വാദകർക്ക് സമ്മാനിച്ചു. 50ഓളം ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. അനുസ്മരണത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനവും പ്രഭാഷണവും നടന്നു. പശ്ചിമോദയം എന്നുള്ള ഒരു മാസിക അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. രാജ്യസമാചരവും പശ്ചിമോദയം. ഇത് മലയാളത്തിലെ ആദ്യത്തെ വീക്ക്ലി ആയിട്ടൊക്കെയും അത് എന്റെ കൂടെ പ്രൊഫസറായ ശാന്തകുമാരി ടീച്ചർ പറയും. ഇപ്പൊ പശ്ചിമോദയം എന്നുള്ള ആ നാമം അതിൽ പറയുന്നത് വെസ്റ്റിന് കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പശ്ചിമത്തിൽ നിന്നാണ് ഉദയം എന്ന് പറയത്തക്ക ഒരു പ്രസിദ്ധീകരണമായില്ലേ അത് എന്ന് ചില വിമർശകന്മാര് അത് പറയാറുണ്ട്. ചടങ്ങിൽ ഉത്തര കേരള മഹാ ഇടവക സെക്രട്ടറി ജയപാൽ സാമുവൽ സക്കായി, ടിൻസിലി ഫിലിപ്പ്, റവറൻ വിനോദ് അല്ലൻ, റവറൻ PS എബനേസർ, കൌൺസിലർ ജീൻ മോസസ്, ഡെൻസിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ക്യാൻസർ രോഗത്തെ സമ്മാനിക്കുന്ന പുകയില ഉൽപ്പന്നങ്ങൾ ഉപേക്ഷിക്കുവാനുള്ള പ്രചോദനം പകർന്നുകൊണ്ട് തെരുവ് നാടകം. 60 രോഗികളുടെ ഉന്നമനത്തിനുള്ള സംഘടനയായ പ്രതീക്ഷയുടെ ലോക ക്യാൻസർ ബോധവൽക്കരണ ദിനാചരണ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ആനന്ദലഹരി എന്ന തെരുവ് നാടകം ജനശ്രദ്ധ പിടിച്ചുപറ്റി. ലോക അർബുദ ദിനാചരണത്തിന്റെ ഭാഗമായി 60 രോഗികളുടെ ഉന്നമനത്തിനുള്ള സംഘടനയായ പ്രതീക്ഷയുടെ ആഭിമുഖ്യത്തിൽ തെരുവ് നാടകം അവതരിപ്പിച്ചു. ക്യാൻസറിനെ കുറിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകൾ വിഷയമാക്കിയാണ് തെരുവ് നാടകം അവതരിപ്പിച്ചത്. കോഴിക്കോട്ടെ പ്രമുഖ അർബുദ രോഗ വിദഗ്ധനായ ഡോക്ടർ നാരായണൻകുട്ടി വാര്യരുടെ കീഴിൽ ചികിത്സ തേടി രോഗവിമുക്തി നേടിയ 500ഓളം കുടുംബാംഗങ്ങളാണ് സംഘടനയിലുള്ളത്. രോഗത്തെക്കാളേറെ സമൂഹത്തിന്റെ മനോഭാവമാണ് രോഗികളിൽ ഏറെപ്പേരെയും ദുരന്തത്തിലാക്കുന്നതെന്ന് സംഘടനയിലെ അംഗങ്ങൾ പറയുന്നു. ലോക അർബുദ ദിനാചരണത്തിന്റെ ഭാഗമായി രോഗത്തെക്കുറിച്ച് അവബോധം നൽകുന്നതിനാണ് സംഘടനാംഗങ്ങൾ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തും കിഡ്സൺ കോർണറിലും തെരുവ് നാടകം അവതരിപ്പിച്ചത്. കിഡ്സൺ കോർണറിൽ വൈകിട്ട് ജ്വാല തെളിയിക്കലും നടന്നു. ക്യാൻസർ രോഗികൾക്ക് കൌൺസിലിംഗ്, കുടുംബങ്ങൾക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ തുടങ്ങിയവയും നടത്തുന്നുണ്ട്. ആവശ്യമായവർക്ക് ബന്ധപ്പെടാൻ സ്ഥിരം ഹെൽപ്പ് ലൈനും സംവിധാനമുണ്ട്. 2003 മുതൽ പ്രവർത്തിക്കുന്ന കൂട്ടായ്മ ഈ വർഷം മുതൽ ക്യാൻസർ ബാധിതരായ 10 കുട്ടികളുടെ സൗജന്യ ചികിത്സ ലഭ്യമാക്കും. നിരവധി പേർക്ക് ജീവിതത്തിന്റെ കൈത്താങ്ങായിട്ടുണ്ട് ഈ സംഘടന. GR വാര്യർ, പ്രസാദ്, ദിവ്യ ഗോകുൽ എന്നിവരാണ് തെരുവ് നാടകത്തിൽ അഭിനയിച്ചത്. ഡോക്ടർ നാരായണൻകുട്ടി വാര്യർ, ഡോക്ടർ മിനി, ഷാജഹാൻ എന്നിവർ സംസാരിച്ചു. മുതിർന്നവരെ സ്നേഹിക്കുന്ന പുതുതലമുറയെ സൃഷ്ടിച്ചെടുക്കുക എന്ന സമഗ്രമായ ലക്ഷ്യം അന്വർത്ഥമാക്കി സ്കൂളിൽ മാതൃപൂജ. മാതാപിതാക്കളോടുള്ള സ്നേഹവും ബഹുമാനവും കുഞ്ഞുങ്ങളിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മാത്തോട്ടം വിസ്ഡം പബ്ലിക് സ്കൂളിൽ മാതൃപൂജ സംഘടിപ്പിച്ചത്.
വിദ്യാഭ്യാസത്തിന്റെ സമഗ്രമായ ലക്ഷ്യമെന്നത് ഒരു വിദ്യാർത്ഥി മാതാപിതാക്കളോട് ചെയ്യുന്ന കർത്തവ്യവും കടമയുമാണ്. പാഠപുസ്തകങ്ങളിലൂടെയല്ല മാതാപിതാക്കളെ പരിപാലിക്കാൻ വിദ്യാർത്ഥികൾ ശ്രമിക്കേണ്ടത്, മറിച്ച് അനുഭവജ്ഞാനങ്ങളിലൂടെയാണ്. ഇന്ന് സമൂഹത്തിൽ കാണുന്ന വൃദ്ധസദനങ്ങളെല്ലാം ഒരു വിധത്തിൽ നമുക്ക് ഒഴിച്ചു നിർത്താൻ സാധിക്കും. സമൂഹത്തിൽ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കാനും സാധിക്കും. ഈ ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് മാത്തോട്ടം വിസ്ഡം പബ്ലിക് സ്കൂൾ വർഷം തോറും മാതൃപൂജ നടത്തുന്നത്. മാതാപിതാക്കന്മാരാണ് ഗുരുനാഥന്മാരെ പൂജിക്കാൻ വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടത്. അതേ മാതാവിനെ ഊട്ടിയാണ് വിസ്ഡം സ്കൂളിലെ കുരുന്നുകൾ മാതൃപൂജ അവിസ്മരണീയമാക്കി മാറ്റിയത്. പാഠപുസ്തകങ്ങളിലൂടെയല്ല മാതാപിതാക്കളെ പരിപാലിക്കാൻ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത്, മറിച്ച് അനുഭവജ്ഞാനങ്ങളിലൂടെയാണ്. എന്നാൽ നമുക്ക് ഇന്ന് കാണുന്ന വൃദ്ധസദനങ്ങളെല്ലാം ഒരു വിധത്തിൽ ഒഴിച്ചു നിർത്താൻ അതിനു കൂട്ടായി അധ്യാപകരും മുതിർന്ന വിദ്യാർത്ഥികളും എത്തിയതോടെ മാതൃപൂജ കുരുന്നുകൾക്ക് ഏറെ സന്തോഷമുള്ളതായി മാറി. ഒരു ഇടവേള കൂടി, ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. The handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്. ഗ്രാൻഡ് സർക്കാസ്, കോഴിക്കോട്. കോഴിക്കോട് KTC ഗ്രൗണ്ടിൽ മിംസ് ഹോസ്പിറ്റലിനു സമീപം ജനുവരി 24 മുതൽ ഉച്ചയ്ക്ക് 1 മണിക്കും വൈകുന്നേരം 4 മണിക്കും രാത്രി 7 മണിക്കും ഗ്രാൻഡ് സർക്കാസ്. ദിവസേന 3 പ്രദർശനങ്ങൾ. അഭ്യാസ പ്രകടനത്തിന്റെ അത്ഭുത കാഴ്ചകളുമായി കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിനു സമീപം KTC ഗ്രൗണ്ട്, മിനി ബൈപ്പാസ്, കോഴിക്കോട്. ഗ്രാൻഡ് സർക്കാസ്. വാർത്തകൾ തുടരുന്നു. പൊതുജീവിതത്തിന്റെയും സമൂഹത്തിന്റെയും അവസ്ഥകളെ ചായക്കൂട്ടിലൂടെ കാണികൾക്ക് മുൻപിലെത്തിക്കുകയാണ് ചിത്രകാരൻ കെ പ്രഭാകരൻ. നിലമ്പൂർ ബാലൻ 24ാമത് അനുസ്മരണത്തിന്റെ ഭാഗമായി ആർട്ട് ഗാലറിയിൽ സംഘടിപ്പിച്ച പ്രദർശനത്തിൽ 30ഓളം ചിത്രങ്ങളാണ് ഉള്ളത്. പ്രദർശനത്തിന്റെ ഭാഗമായി ഏകാംഗ ചിത്രരചനാ ക്യാമ്പും സംഘടിപ്പിച്ചു. ജനകീയ നാടക ചലച്ചിത്രകാരനും ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനത്തിന്റെ സഹയാത്രികനുമായിരുന്ന നിലമ്പൂർ ബാലൻ അനുസ്മരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ ചിത്രകാരൻ കെ പ്രഭാകരന്റെ ചിത്രപ്രദർശനവും ഏകാംഗ ചിത്രരചനാ ക്യാമ്പും ശ്രദ്ധേയമാവുകയാണ്. ഇടുങ്ങിയ സമൂഹവും ചുരുങ്ങിയ മനുഷ്യജീവിതവും പ്രകൃതിയുടെ വിണ്ടുകീറിയ അവസ്ഥയുമാണ് 30ഓളം ചിത്രങ്ങളിൽ കലാകാരൻ ചായക്കൂട്ടിലൂടെ ആസ്വാദകർക്ക് മുന്നിലെത്തിക്കുന്നത്. പൊതുയിടത്തെയും ജീവിതത്തെയും അവരുടെ ലാവണ്യത്തെയും സ്വകാര്യതയുടെ ആനന്ദങ്ങളെയും പകർത്തുന്നതിൽ ചിത്രകാരൻ ഒട്ടും പിന്നിലല്ലായിരുന്നു. എന്നാൽ മുൻകാലങ്ങളിൽ വരച്ചുകൊണ്ടിരുന്ന ചിത്രങ്ങളിൽ ഉള്ളത്ര മനുഷ്യരെ ഇക്കാലത്ത് അദ്ദേഹം വരയ്ക്കുന്നതിൽ കാണുന്നില്ല എന്നതും ഇന്നത്തെ സമൂഹത്തിന്റെ മാറ്റങ്ങളെ പ്രഭാകരൻ വരകളിലൂടെ പറയുന്നു. കോഴിക്കോടാണ് ചിത്രകാരന്റെ സ്വദേശം. ഇന്ത്യക്കകത്തും പുറത്തുമായി നിരവധി പ്രദർശനങ്ങളും ആർട്ട് ക്യാമ്പും നടത്തിയിട്ടുണ്ട്. പെയിന്റിംഗിൽ കേരള സ്റ്റേറ്റ് അവാർഡും വിഷ്വൽ ആർട്ട് ഫെലോഷിപ്പും ലഭിച്ചു. നിലമ്പൂർ ബാലൻ അനുസ്മരണത്തിന്റെ ഭാഗമായി പ്രഭാകരന്റെ ഏകാംഗ ചിത്രരചനാ ക്യാമ്പും സംഘടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ നാടകം, കലാകാര സംഗമം, പുരസ്കാര സമർപ്പണവും ഇതോടൊപ്പം നടക്കുന്നു. ഫെബ്രുവരി 1 ആരംഭിച്ച പ്രദർശനം 5 സമാപനമാകും. ഫറോക്ക് ചന്തയിലെ വനിതാ വ്യവസായ കേന്ദ്രം കെട്ടിടം ഹോട്ടൽ നടത്താൻ അനുവദിച്ചതിൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നാരോപിച്ച് UDF മെമ്പർമാർ ഹോട്ടലിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തി. സംഘർഷാവസ്ഥ മുന്നിൽ കണ്ട് പോലീസ് ഹോട്ടൽ അടപ്പിച്ചു. ചട്ടവിരുദ്ധമായാണ് ഹോട്ടൽ അനുവദിച്ചതെന്ന് പഞ്ചായത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ കണ്ടെത്തിയിട്ടുണ്ട്. ഫറോക്ക് ചന്തയിലെ വനിതാ വ്യവസായ പരിശീലന കേന്ദ്രത്തിൽ ക്രമവിരുദ്ധമായി അനുവദിച്ച മുറിയിൽ ഹോട്ടൽ ആരംഭിക്കുന്നത് പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ UDF പ്രവർത്തകർ തടഞ്ഞു. സംഘർഷാവസ്ഥ ഉടലെടുത്തതോടെ SI AK വർഗീസിന്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് തൽക്കാലം ഹോട്ടൽ അടയ്ക്കാൻ നിർദ്ദേശിച്ചു. UDF അംഗങ്ങളുടെ പരാതിയിൽ പഞ്ചായത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ V ഹരിദാസൻ സ്ഥലം സന്ദർശിച്ചു. ചട്ടങ്ങൾ പാലിക്കാതെ 20 രൂപ ദിവസ വാടകയിൽ പഞ്ചായത്ത് ഹോട്ടലിന് കെട്ടിടം അനുവദിച്ചതാണ് പ്രതിഷേധത്തിന് കാരണമായത്. മുറി അനുവദിച്ചത് റദ്ദാക്കി ടെൻഡർ നടപടിയിലൂടെ പുനർലേലം നടത്തണമെന്നാണ് UDF ആവശ്യം. ഇക്കാര്യം പഞ്ചായത്ത് ഭരണസമിതിയിൽ അവതരിപ്പിച്ചെങ്കിലും ചർച്ച ചെയ്യാൻ വിസമ്മതിച്ചതിനാൽ UDF അംഗങ്ങൾ ഇറങ്ങിപ്പോവുകയായിരുന്നു. ഇത് സംബന്ധിച്ച് തദ്ദേശ മന്ത്രിക്കും പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർക്കും പരാതി നൽകുകയുണ്ടായി. ഇതിനിടെ കഴിഞ്ഞ ദിവസം ഹോട്ടൽ തുറക്കാൻ ശ്രമിച്ചപ്പോഴാണ് UDF മെമ്പർമാരുടെ നേതൃത്വത്തിൽ പ്രവർത്തനം തടസ്സപ്പെടുത്തിയത്. പഞ്ചായത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ പിന്നീട് പഞ്ചായത്ത് ഓഫീസിലെത്തി കെട്ടിടം അനുവദിച്ചതിന്റെ രേഖകൾ പരിശോധിച്ചു. പഞ്ചായത്ത് അംഗം K സക്രിയ, K തസ്വീർ ഹസൻ, PM പോക്കുട്ടി, T നസ്രത്ത്, T സുഹ്റാബി, P റുബീന, CP ആസിയ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P ആസിഫ്, UDF നേതാക്കളായ K സുബ്രഹ്മണ്യൻ, ഷംസുദ്ദീൻ, V അബ്ദുൾ അലി,
ഷൌക്കത്ത് ബാബു, KP സുബൈർ, മധു ഫറോക്ക്, അഡ്വക്കേറ്റ് K ഹനീഫ, ഹാരിസ് ചന്ദ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഫറോക്ക് ചന്തയിലെ പഞ്ചായത്ത് വനിതാ വ്യവസായ കേന്ദ്ര കെട്ടിടം ഹോട്ടൽ നടത്തിപ്പിന് അനുവദിച്ചതിൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്ന് പഞ്ചായത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ V ഹരിദാസ് പഞ്ചായത്ത് ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ വ്യക്തമായി. ചട്ടവിരുദ്ധമായാണ് അനുവദിച്ചതെന്നും അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. റെയിൽവേക്കുണ്ടായിരുന്ന കാര്യക്ഷമത നഷ്ടപ്പെടാതിരിക്കുവാൻ ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കണമെന്ന് MK രാഘവൻ MP. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ ആനന്ദ് പ്രകാശിന് നൽകിയ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരുമാനത്തിന്റെ കാര്യത്തിൽ പാലക്കാട് റെയിൽവേ ഡിവിഷന് വീണ്ടും റെക്കോർഡ് വർധനവാണെന്നും 2013 ഏപ്രിൽ മുതൽ ജനുവരി വരെ ഡിവിഷന്റെ മൊത്ത വരുമാനം 859.42 കോടി രൂപയാണെന്നും ഡിവിഷണൽ റെയിൽവേ മാനേജർ ആനന്ദ് പ്രകാശ് പറഞ്ഞു. കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ കോസ്മോപൊളിറ്റൻ ക്ലബ്ബിൽ നടന്ന മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. MK രാഘവൻ MP മുഖാമുഖ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ വളരെ ഒരു റെയിൽവേക്ക് ഒരു കാര്യക്ഷമത ഉണ്ടായിരുന്നു. ആ കാര്യക്ഷമത നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ നമ്മുടെ ഉദ്യോഗസ്ഥരിൽ ഉണ്ടെങ്കില്ലെന്നല്ല ഞാൻ പറയുന്നത്. അത് കുറച്ചുകൂടി ഗൗരവം കൊടുക്കാൻ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം PTS ഉണ്ണി, ആനന്ദ് പ്രകാശ്, CJ റോബിൻ, അഡീഷണൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ മോഹൻ N മേനോൻ, സീനിയർ ഡിവിഷണൽ കൊമേഴ്ഷ്യൽ മാനേജർ PA ധനഞ്ജയൻ, സീനിയർ ഡിവിഷണൽ ഓപ്പറേഷൻ മാനേജർ VC സുധീഷ്, സീനിയർ ഡിവിഷണൽ മെക്കാനിക്കൽ എഞ്ചിനീയർ CC ജോയ്, സീനിയർ ഡിവിഷണൽ എഞ്ചിനീയർ സഞ്ജയ് ലോതർ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചിരുന്നു. ഷൊർണൂർ കോഴിക്കോട് 86 കിലോമീറ്റർ പാത വൈദ്യുതീകരണം പുരോഗമിക്കുകയാണെന്നും വൈകാതെ ഇത് കമ്മീഷൻ ചെയ്യുമെന്നും DRM വ്യക്തമാക്കി. കോഴിക്കോട് മുതൽ കണ്ണൂർ വരെയുള്ള പാത വൈദ്യുതീകരണം 2015 മാർച്ചിൽ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വൈരുദ്ധ്യങ്ങളായ തലക്കെട്ട്, വിചിത്രമായ പേരുകളുള്ള എഴുത്തുകാർ, ചിന്തകളെ തൊട്ടുണർത്തുന്ന ചിത്രങ്ങൾ, ഇവയെല്ലാം കലയിലെ യാഥാർത്ഥ്യങ്ങൾ മാത്രമാക്കി ചിത്രകാരൻ KM ശിവകൃഷ്ണന്റെ ബുക്ക് സ്റ്റാൾ ഡിജിറ്റൽ ആർട്ട് എക്സിബിഷൻ. ശിവകൃഷ്ണൻ രൂപകൽപ്പന ചെയ്ത പുറംചട്ടകളാണ് പ്രദർശനത്തിലുള്ളത്. ആർട്ട് ഗാലറിയിൽ സംഘടിപ്പിച്ച പ്രദർശനം ഫെബ്രുവരി 5 സമാപിക്കും. സോഫ്റ്റ്വെയറുകൾ അനുവദിക്കുന്ന വിസ്തൃതികളിലേക്ക് മനുഷ്യഭാവന പടർന്നു വ്യാപിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ വർണ്ണങ്ങൾ പൂശിയ ക്യാൻവാസുകളിൽ നിന്നും ഡിജിറ്റൽ പ്രിന്റിംഗിലേക്ക് വഴിമാറിയിരിക്കുകയാണ് കലയുടെ മാധ്യമം. കലയുടെ മാധ്യമത്തെ അവ്യവസ്ഥിതമാക്കുന്ന K ശശികുമാർ ആർട്ട് ഗാലറിയിൽ ആരംഭിച്ച കലയുടെ പുസ്തകശാല കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, ഫോട്ടോഗ്രഫി, ഡിജിറ്റൽ പ്രിന്റിംഗ് എന്നിവയെല്ലാം ഒത്തുചേരുകയാണ്. ഈ ചിത്രങ്ങളിൽ പുസ്തകം ഒരു കൺസെപ്റ്റ് മാത്രമാണ്. പുസ്തകത്തെ രൂപപ്പെടുത്തുന്ന ഘടകങ്ങൾ, വിഷയം, എഴുത്തുകാരൻ, ശീർഷകം, പ്രസാധകർ ഇവയൊക്കെ കലയുടെ യാഥാർത്ഥ്യങ്ങളാവുന്നു. ചിത്രരചനകളെ പോലെ പുറംചട്ടകളിൽ ഭാവനയുടെ പരമമായ സ്വാതന്ത്ര്യം ആസ്വാദകർക്ക് നൽകുന്നുണ്ട്. 1.5 മാസം കൊണ്ട് നിർമ്മിച്ച 240 പുറംചട്ടകളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. സാമ്പ്രദായിക ഫാക്കൽറ്റി കലയുടെ വിവർത്തനങ്ങളിൽ തുടങ്ങി പ്രകൃതിയെയും മനുഷ്യനെയും സാങ്കേതിക വിദ്യകളെയും സംസ്കാരത്തെയും കലാരൂപങ്ങളെയും സാഹിത്യവും എല്ലാം പുറംചട്ടകളിൽ വ്യത്യസ്ത മുഖങ്ങളിൽ എത്തിക്കുന്നു. തുടർന്ന് ഈ മൂല്യങ്ങളെല്ലാം ഇപ്പോഴും ഭദ്രമാണ് എന്ന സന്ദേശം നൽകുന്ന പുറംചട്ടയിലാണ് കാഴ്ചക്കാരുടെ കണ്ണുകളെ അവസാനമായി എത്തിക്കുന്നത്. പുറംചട്ടകളിലെ വിഷയങ്ങളെല്ലാം ജനങ്ങൾക്ക് സുപരിചിതമാണ്. ഈ വിഷയങ്ങളിലേക്ക് ജനങ്ങളെ വീണ്ടും എത്തിക്കാനുള്ള വാതിൽ തുറക്കുകയാണ് ഈ പ്രദർശനമെന്ന് ചിത്രകാരൻ ശിവകൃഷ്ണൻ പറയുന്നു. തലശ്ശേരി സ്വദേശിയാണ് ശിവകൃഷ്ണൻ. 20 വർഷം കതിരൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ചിത്രകലാ അധ്യാപകനായിരുന്നു. 2011 വിരമിച്ചതിനു ശേഷം ചിത്രകലയിൽ പരീക്ഷണങ്ങൾ ആരംഭിച്ചു. തലശ്ശേരിയിലായിരുന്നു പുസ്തകശാലയുടെ ആദ്യ പ്രദർശനം നടന്നത്. ഫെബ്രുവരി 5 കോഴിക്കോട്ട് പ്രദർശനം സമാപിക്കുന്നത്. ഇനി ഉത്സവ വാർത്തകൾ. വളയനാട് ദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മഹോത്സവ പരിപാടികൾ ഫെബ്രുവരി 7 മുതൽ 14 വരെ നടക്കും. ഇതിന് മുന്നോടിയായി തളി ക്ഷേത്രത്തിൽ നിന്നും ദേവിയുടെ തിരുവുടവാൾ എഴുന്നള്ളിച്ച് വളയനാട് ക്ഷേത്രത്തിലെത്തിച്ചു. തളി ക്ഷേത്ര പരിസരത്ത് നടന്ന തിരുവുടവാൾ എഴുന്നള്ളിപ്പിനെ MK രാഘവൻ MP, ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് N കേശവ മൂസദ്, സെക്രട്ടറി KP കുഞ്ഞിനാരായണൻ മൂസദ്, തളി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ VM ചന്ദ്രദാസ്, വളയനാട് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ V ഹരിദാസ്, PK കൃഷ്ണനുണ്ണി രാജ എന്നിവർ സംബന്ധിച്ചു. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി ദിവസേന കേളികൈ, ഉഷപൂജ, രാവിലത്തെ പൂജ, കാഴ്ച ശീവേലി, ഓട്ടംതുള്ളൽ, അക്ഷരശ്ലോകം, ചാക്യാർ കൂത്ത്, തായമ്പക, വിളക്കെഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. ദിവസേന ഉച്ചയ്ക്ക് 12 മുതൽ 2 മണി വരെ അന്നദാനവും ഉണ്ടായിരിക്കും. ഇനി ബിസിനസ് വാർത്തകൾ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 106ാമത് ഷോറൂം അബുദാബിയിലെ റുവൈസ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചു. അഡ്നോബ് ഡയറക്ടർ സെയ്ദ് അൽ ഖംസിയും ലുലു ഗ്രൂപ്പ് MD MA യൂസഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു.
ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി MA, ലൈൻ ഇൻവെസ്റ്റ്മെന്റ് ഡയറക്ടർ രാജ അബ്ദുൽ ഖാദർ, മലബാർ ഗ്രൂപ്പ് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് മാനേജിംഗ് ഡയറക്ടർ ഷംലാൽ അഹമ്മദ് MP, ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KP അബ്ദുൽ സലാം എന്നിവർ സംബന്ധിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. എർത്ത് കെയർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ അത്തോളി ബയോ പാർക്കിൽ ഫെബ്രുവരി 1 മുതൽ നടന്നുവരുന്ന ഗ്രാമദർശനം 2014 എന്ന കാർഷിക ആരോഗ്യമേളയും പ്രദർശനങ്ങളും ഫെബ്രുവരി 9 വരെ ദീർഘിപ്പിച്ചതായി എർത്ത് കെയർ ഫൗണ്ടേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഇന്ത്യയിലെ പ്രമുഖ നാടൻ പശുവിനങ്ങളായ വെച്ചൂർ, കാസർഗോഡ്, ചെറുവള്ളി, പൊൻവാർ, കാൻകയം, കൃഷ്ണവാലി, കപില, ഗീർ, ജവാരി തുടങ്ങിയ 12 ഇനങ്ങളെ കൂടാതെ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് നോമിനിയായ ലോകത്തിലെ ഏറ്റവും ചെറിയ പശുവായ കുഞ്ഞുമാണിക്യം എന്ന ഇനവും പ്രദർശനത്തിലുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു. നടുവട്ടം ആശീർവാദ് റെസിഡൻസ് അസോസിയേഷനും ജനതാ ലാബ് നടുവട്ടവും സംയുക്തമായി സൗജന്യ അസ്ഥിരോഗ അസ്ഥി സാന്ദ്രത നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. നടുവട്ടത്ത് നടന്ന ക്യാമ്പ് രമേശ് നമ്പ്യത്ത് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ അരുൺലാലിന്റെ നേതൃത്വത്തിലുള്ള ക്യാമ്പിൽ അസ്ഥികളുടെ ബലക്ഷയം അറിയുന്നതിനുള്ള പ്രത്യേക ടെസ്റ്റും സൗജന്യമായി ചെയ്തുകൊടുത്തു. ചരിത്ര പ്രാധാന്യമുള്ള കോഴിക്കോട്ടെ ശ്രീ വളയനാട് ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ മഹോത്സവം ഫെബ്രുവരി 7 ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചേന്നാസ് ശങ്കരനാരായണ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ കൊടികയറി ഫെബ്രുവരി 14 വെള്ളിയാഴ്ച ആറാട്ടോടുകൂടി സമാപിക്കും. ഫെബ്രുവരി 8 മുതൽ വിശേഷാൽ പൂജാദികളും, ഫെബ്രുവരി 8 മുതൽ 13 വരെ ഉച്ചയ്ക്ക് അന്നദാനവും, ഫെബ്രുവരി 7 മുതൽ 12 വരെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കുമെന്നും ഉത്സവാഘോഷ കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാമനാട്ടുകര തോട്ടുങ്ങൽ ദേശീയപാതയിലുണ്ടായ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. രാമനാട്ടുകര ഇത്തിയാങ്കുന്നിൽ ഉള്ളാടംതൊടിപ്പുറായിൽ പാലുള്ള കണ്ടിയിൽ വേലായുധനാണ് മരിച്ചത്. 59 വയസ്സായിരുന്നു. സുജാതയാണ് ഭാര്യ. അഞ്ജലി, മഞ്ജു എന്നിവർ മക്കളാണ്. തൃശൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന ഗോൾഡൻ ബസ്സാണ് അപകടമുണ്ടാക്കിയത്. പന്തിരിക്കരയിൽ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനിടയായ ദാരുണ സംഭവവും ഒരു പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിക്കാനിടയായ സാഹചര്യവും കേസിലെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുന്നതിനായി CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് സമാജ്വാദി പാർട്ടി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഇസ്മയിൽ അരൂർ ആവശ്യപ്പെട്ടു. മാസങ്ങളായിട്ടും യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തത് പോലീസിന്റെ ഒത്തുകളി മൂലമാണെന്നും നിലവിലുള്ള അന്വേഷണം തൃപ്തികരമല്ലെന്നും ജില്ലയിൽ സമാനമായ നിരവധി സംഭവങ്ങളുണ്ടായിട്ടും പോലീസ് മൗനം പാലിക്കുകയാണെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു. വൈദ്യശാസ്ത്രത്തെയും രോഗിയെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് രാമനാട്ടുകര കെയർവെൽ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നതെന്ന് പ്രസ്തുത ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ ബീരാൻകുട്ടിയുടെ ബന്ധുക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ബീരാൻകുട്ടിക്ക് നൽകിയെന്ന് പറയുന്ന ഇൻസുലിൻ പ്രമുഖ ആശുപത്രിയിൽ നിന്നും വാങ്ങിയതാണെന്ന് കെയർവെൽ ആശുപത്രി അധികൃതർ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ ആശുപത്രിയുടെ പേര് അവർ വ്യക്തമാക്കണമെന്ന് ബന്ധുക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സ്ത്രീകളുടെ ശബരിമലയായ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ഇക്കൊല്ലത്തെ പൊങ്കാല മഹോത്സവം ഫെബ്രുവരി 8 ശനിയാഴ്ച ആരംഭിച്ച് ഫെബ്രുവരി 16 ഞായറാഴ്ച രാവിലെ പണ്ടാര അടുപ്പിൽ തീ കത്തിച്ച് ഉച്ചയ്ക്ക് നടക്കുന്ന പൊങ്കാല നിവേദ്യത്തിനു ശേഷം ഫെബ്രുവരി 17 തിങ്കളാഴ്ച രാത്രി നടക്കുന്ന കുരുതി തർപ്പണത്തോടുകൂടി സമാപിക്കും. ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികളുടെ ഉദ്ഘാടനം മലയാള സർവകലാശാല വൈസ് ചാൻസലർ K. ജയകുമാർ നിർവഹിക്കും. K. ജയകുമാറിന് ആറ്റുകാൽ അമ്പ പുരസ്കാരം സമ്മാനിക്കുമെന്നും പൊങ്കാല മഹോത്സവ പബ്ലിസിറ്റി കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ഗുരുതര വൃക്കരോഗബാധയെ തുടർന്ന് മരണമടഞ്ഞ കല്ലായിക്കോയ എന്ന M. ഹുസൈൻകോയുടെ ചികിത്സയ്ക്കായി സ്വരൂപിച്ച തുക അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സംരക്ഷണത്തിനായി നൽകുമെന്ന് കുടുംബസഹായ സമിതി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സ്ഥലം വാങ്ങി വീട് വെച്ചു കൊടുക്കുകയാണ് ലക്ഷ്യം. ചികിത്സാ ചെലവ് കഴിഞ്ഞ് 3,48,053 രൂപയാണ് കമ്മിറ്റിയുടെ കൈവശം ഇപ്പോഴുള്ളത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പിണറായി വിജയനും എളമരം കരീമിനും പങ്കുണ്ടെന്ന് പറയുവാൻ അന്വേഷണ സംഘത്തലവൻ അനൂപ് കിരുള ജോൺ സമ്മർദ്ദം ചെലുത്തിയെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. മോഹനൻ മാസ്റ്റർ. ലോക അർബുദ ദിനം ബോധവൽക്കരണ പരിപാടികളുമായി വിവിധ സംഘടനകൾ. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാർക്ക് നടപ്പിലാക്കിയ നേട്ടങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേരള NGO അസോസിയേഷന്റെ വിശദീകരണ യോഗം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് സമാപിക്കുന്നു. നമസ്കാരം.
ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ് അരയിടത്ത് പാലം കോഴിക്കോട്.